വെച്ചുമാറലിന് വിശദീകരണമുണ്ട് എന്നാണ് എൻ്റെ പക്ഷം. ഒപ്പം തന്നെ ഈ വെച്ചുമാറൽ ലീഗിന് ഗുണം ചെയ്യുമെന്നും ഞാൻ കരുതുന്നു. ഇപ്പോൾ ഒന്നാമതായി ആഹ്, ഇ ടി മുഹമ്മദ് ബഷീർ മലപ്പുറത്തേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥലം മലപ്പുറമാണ്. മപ്പുറം എന്നുള്ള സ്ഥലത്തു നിന്നാണ് ഇ ടി മുഹമ്മദ് ബഷീർ ഉള്ളത്. അപ്പോൾ ആ നാട്ടുകാരൻ തന്നെ അങ്ങോട്ടേക്ക് വരുന്നു എന്നൊരു പ്രത്യേകതയുണ്ട്. അതുപോലെ തന്നെ സമദാനി പൊന്നാനിയിലേക്ക് പോകുന്നു എന്ന് പറയുമ്പം ഈ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ വരുന്നൊരു മണ്ഡലമാണ് കോട്ടയ്ക്കൽ. കോട്ടയ്ക്കൽ നിന്ന് സമദാനി മുമ്പ് എം എൽ എ ആയിട്ട് വിജയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലമാണ് കോട്ടയ്ക്കൽ എന്ന് പറയുന്നത്. അപ്പം നാട്ടുകാർ തന്നെ രംഗത്തിറങ്ങുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സമദാനി പൊന്നാനിയിലേക്ക് മാറുന്ന യഥാർത്ഥത്തിൽ ലീഗിന് ഗുണകരമാണ്. കാരണം 2009-ലും 2014-ലും 2019-ലും അവിടെ മത്സരിച്ച് വിജയിച്ച ഇ ടി മുഹമ്മദ് ബഷീറിനെതിരായിട്ട് എന്തെങ്കിലും ഒരു വികാരമുണ്ട് എങ്കിൽ അതിനെ മറികടക്കാൻ സമദാനി എത്തുന്ന സാഹചര്യം ലീഗിന് ഗുണം ചെയ്യും. ഇപ്പോൾ പൊന്നാനിയുടെ ഒരു സവിശേഷത എന്ന് പറയുന്നത് ബനാത്തുവാലെയും ഇബ്രാഹിം സുലൈമാൻ സേട്ടിനെയും ഇ അഹമ്മദിനെയും ഒക്കെ പോലുള്ള വളരെ പ്രഗത്ഭമതികളായിട്ടുള്ള ലീഗ് നേതാക്കളെ 50% വോട്ടിന് വിജയിപ്പിച്ചിട്ടുള്ള മണ്ഡലമാണ് പൊന്നാനി. പൊന്നാനി വളരെ സുരക്ഷിതമായ മണ്ഡലമാണ്. പക്ഷേ 2014 അബ്ദുറഹ്മാൻ അവിടെ മത്സരിക്കുന്നുണ്ട്, ഇപ്പോഴത്തെ മന്ത്രി അബ്ദുറഹ്മാൻ. പൊന്നാനി ബെൽറ്റിൽപ്പെട്ട ആളാണ് കേട്ടോ. പൊന്നാനി ആ സ്ഥലത്തുനിന്ന് തന്നെയുള്ള ആളാണ്. അബ്ദുറഹ്മാൻ അവിടെ നിന്ന് മത്സരിക്കുമ്പം ശക്തമായ പോരാട്ടമാണ് ഇ ടി നേരിട്ടത്. 2014 43% ഇ ടിയുടെ വോട്ട് താഴ്ന്നു 50%-ൽ നിന്ന്. 40%-ആയിരുന്നു അബ്ദുറഹ്മാൻ നേടിയ വോട്ട്. ഏതാണ്ട് 25,500 അടുപ്പിച്ചുള്ള ഭൂരിപക്ഷത്തിലാണ് പൊന്നാനിയിൽ നിന്ന് മുസ്ലിം ലീഗിൻ്റെ കോട്ട എന്നറിയപ്പെടുന്ന പൊന്നാനിയിൽ നിന്ന് ഇ ടി വിജയിച്ചു കയറിയത്. പക്ഷേ 2019-ൽ സ്ഥിതി മാറി. അവിടെ പി വി അൻവറാണ് കഴിഞ്ഞ തവണ മത്സരിച്ചത്. ഏതാണ്ട് 52% വോട്ട് ഇ ടി മുഹമ്മദ് ബഷീറിന് കിട്ടി. 38% അൻവറിന് ലഭിച്ചത്. ഏതാണ്ട് 19% വ്യത്യാസം, 1,93,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം കഴിഞ്ഞ അവിടെ ഉണ്ടായിരുന്നു. ഒരു പ്രത്യേക സാഹചര്യം കൂടിയാണ്. വയനാട് തൊട്ടടുത്ത മണ്ഡലമാണ്, രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു എന്നൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. സമദാനിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകതയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഈ തൃത്താല പാലക്കാട് മണ്ഡലത്തിൽ വരുന്ന ആ പാലക്കാട് ജില്ലയിൽ നിന്നുള്ള ആ തൃത്താല മണ്ഡലം കൂടി, എം പി രാജേഷ് വിജയിച്ച മണ്ഡലം കൂടി ഇതിനോട് ചേരുന്നുണ്ട് ലോക്സഭാ മണ്ഡലത്തിൽ പൊന്നാനിയുടെ. അതുപോലെ തിരൂർ, ഇവിടെയൊക്കെ ഈ ഹിന്ദു വിഭാഗങ്ങൾക്ക് കുറച്ച് ആധിപത്യമുള്ള മണ്ഡലമാണ്. നോക്കൂ, 62% ഉള്ളൂ പൊന്നാനിയിൽ മുസ്ലിം സമുദായം എന്ന് പറയുന്നത്. ബാക്കി ഏതാണ്ട് 37% ഹിന്ദുക്കളാണ്. അപ്പോൾ ആ വോട്ട് ബാങ്ക്, കോൺഗ്രസ് ഒരു സഖ്യകക്ഷി ആയിരിക്കുമ്പോൾ IUML സംബന്ധിച്ചിടത്തോളം അത് വളരെ പ്രധാനപ്പെട്ട ഒരു വോട്ട് ബാങ്ക് തന്നെയാണ്. സമദാനി ഈ പറയുന്ന കണക്ക് രാമായണവും ഭഗവത്ഗീതയൊക്കെ കോട്ട് ചെയ്ത് പ്രസംഗിക്കുന്ന ഒരു മതേതര മുഖം കൂടി സമദാനിക്കുണ്ട്. ഇ ടിയെക്കുറിച്ച് അങ്ങനെയല്ല, ഇ ടി കുറച്ചുകൂടി ഒരു കൺസർവേറ്റീവ് ആണെന്നുള്ളൊരു പ്രചാരണമുണ്ട്. അപ്പം ആ അർത്ഥത്തിലൊക്കെ കുറേ കൂടി ഹിന്ദു വോട്ട് സമാഹരിക്കാനും ഒക്കെ കഴിയുന്ന ഒരു നേതാവ് എന്നുള്ള നിലയ്ക്കും സമദാനി ഗുണം ചെയ്യും. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം, ലെഫ്റ്റ് ഉറപ്പായിട്ടും വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നൊരു മണ്ഡലമാണ് പൊന്നാനി. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ ആ ലോക്സഭാ മണ്ഡലം, അവിടെയുള്ള 4 മണ്ഡലങ്ങളല്ലേ, തവനൂർ, താനൂർ, ഈ പറഞ്ഞ തൃത്താല, അവിടെ ആ മണ്ഡലങ്ങളിൽ പ്രധാനമായിട്ടും 4 പൊന്നാനി, ഓഫ് കോഴ്സ് പൊന്നാനിയിൽ നന്ദകുമാർ, തവനൂർ KT ജലീൽ, തൃത്താലയിൽ MP രാജേഷ്, താനൂർ അബ്ദുറഹ്മാൻ, ഈ 4 പേരും MLA മാരായി LDFിൻ്റെ സ്ഥാനാർത്ഥികളായി വിജയിച്ച് കയറിയ മണ്ഡലമാണ്. പക്ഷേ ഞാൻ അതിൻ്റെ ഒരു ഭൂരിപക്ഷം പരിശോധിക്കുമ്പം കഴിഞ്ഞ പ്രാവശ്യം PK ഫിറോസാണ് അബ്ദുറഹ്മാനെതിരെ മത്സരിച്ചത്. കടുത്ത മത്സരമായിരുന്നു താനൂർ നടന്നു. 1014 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് അബ്ദുറഹ്മാൻ ജയിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ തൃത്താലയിൽ VT ബൽറാമിനെതിരെ MP രാജേഷ് മത്സരിച്ച് വിജയിച്ചിരിക്കുന്ന 3000 വോട്ടിനാണ്. ഓഫ് കോഴ്സ് നന്ദകുമാറാണ് പൊന്നാനിയിൽ വലിയ ഭൂരിപക്ഷം നേടിയത്. 17,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം നന്ദകുമാർ അവിടെ നേടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൂടി നോക്കുമ്പോൾ ഒരു 23,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഈ 4 മണ്ഡലങ്ങളിലായിട്ട് LDFിന് അവിടെ നിയമസഭാ മണ്ഡലത്തിലുണ്ട്. അതേസമയം അപ്പുറത്ത് തിരൂരങ്ങാടിൽ KPA മജീദ് ജയിച്ചിരിക്കുന്ന 9,500 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ്. അതുപോലെ കോട്ടയ്ക്കൽ ആബിദ് ഹുസൈൻ തങ്ങളും ഏതാണ്ട് 10,000-നടുത്ത് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ വിജയിച്ച് തിരൂര് കുരുക്കോളി മൊയ്തീൻ വിജയിച്ചിരിക്കുന്നത് ഏതാണ്ട് 7,500 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ്. അപ്പോൾ ഒരു 30,000-ൻ്റെ അടുപ്പിച്ച് വോട്ടിൻ്റെ ഭൂരിപക്ഷം ഈ 3 നിയമസഭാ മണ്ഡലങ്ങളിലായി തന്നെ അവിടെ ലീഗിനുണ്ട്. അപ്പോൾ 2014 സ്പെസിമെനായിട്ട് എടുക്കുകയാണെങ്കിൽ അന്ന് 25,000 വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് ഇ ടി ജയിച്ചതെങ്കിൽ ഇപ്പം സേഫാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് LDFിന് അനുകൂലമായൊരു ട്രെൻഡ് ഉള്ളപ്പോൾ തന്നെ കുറച്ച് പൊന്നാനിയിൽ അങ്ങനെ ഒരു ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. മലപ്പുറത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 2021 ഒരു ബൈ ഇലക്ഷനാണ് ഉണ്ടായത്. ആ ബൈ ഇലക്ഷനിൽ ഒരു നല്ല പെർഫോമൻസാണ് അവിടെ VP സാനു കാഴ്ചവെച്ചത്. കാരണം 2019 2,60,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ PK കുഞ്ഞാലിക്കുട്ടി ജയിച്ചു. 19-ലെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് വയനാട് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ ഭൂരിപക്ഷമാണ് കുഞ്ഞാലിക്കുട്ടിയുടെ ഭൂരിപക്ഷം എന്ന് പറയുന്നത്. അതേതാണ്ട് 1,14,000-ലേക്ക് വന്നു 2021. ഓഫ് കോഴ്സ് അത് കുഞ്ഞാലിക്കുട്ടി രാജിവെച്ച് പോയതിൻ്റെ ഒരു എതിർപ്പുണ്ട് എങ്കിൽ കൂടിയും ആ ഒരു മത്സരം കടുത്ത് തന്നെയായിരുന്നു 2021 നടന്ന ബൈ ഇലക്ഷനിൽ. പക്ഷേ ഈ നിയമസഭയുടെ വോട്ട് പെർസെൻറ്റേജ് നോക്കുമ്പോൾ നിശ്ചയമായും ഈ പറയുന്ന മലപ്പുറവും പൊന്നാനിയും വളരെ സേഫാണ്. KS ഹംസ
അവിടെ എത്രത്തോളം ഇഫക്റ്റീവാണ് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം വെച്ചാൽ ഒന്ന് ഇടതുപക്ഷ വോട്ടുകൾ ഇൻടാക്റ്റായിട്ട് പോൾ ചെയ്യണം എന്നുള്ള നിർബന്ധം ഇടതുപക്ഷ മുന്നണിക്ക് ഉള്ളതുകൊണ്ട് തന്നെയാണ് ആ ചിഹ്നം അനുവദിച്ചതെന്ന് ഞാൻ വിചാരിക്കുന്നു. അരുവാൾ ചുറ്റിക നക്ഷത്രം എന്നുള്ള ചിഹ്നം. കാരണം വെച്ചാൽ ലീഗ് വിട്ട് പോയി വന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഹംസ അവിടെ ഇഫക്റ്റ് ഉണ്ടാക്കുമോ? ഇപ്പോൾ നോക്കൂ, ഇവിടെ വസീഫ് മലപ്പുറത്ത് മത്സരിക്കുമ്പോൾ എൻറ്റയർ DYFI ഇറങ്ങിയിരിക്കുകയാണ്. CPM മെഷീനറി ചലിച്ചു തുടങ്ങി. പൊന്നാനിയിൽ നമ്മളത് കാണുന്നില്ല. അപ്പം KS ഹംസ അവിടെ ഈ പറയുന്ന സംസ്ഥയുടെ കുറച്ച് വോട്ടുകൾ, പിന്നെ ലീഗിൻ്റെ കുറച്ച് വോട്ടുകൾ, നല്ല ഓപ്പറേറ്റർ ആണെന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ ആ അർത്ഥത്തിലൊക്കെ പിടിക്കും എന്നൊക്കെ ഉള്ള പ്രതീക്ഷയുണ്ടെങ്കിലും വലിയൊരു പെർഫോമർ ആകില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ സമദാനി പൊന്നാനിയിലേക്ക് വരുന്നത് വഴിയും ET മുഹമ്മദ് ബഷീർ മലപ്പുറത്തേക്ക് വരുന്ന വഴിയും ലീഗിന് ഗുണമുണ്ടാകും. ആ 2 സീറ്റുകളിലും നല്ല ഭൂരിപക്ഷത്തിൽ ലീഗ് വിജയിച്ചു വരും. അതൊരു നല്ല തീരുമാനമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. Meet the editors.